Good afternoon. Good afternoon. ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം എടുത്തതിന്റെ ബാലൻസ് ടെൻസസ് കണ്ടിന്യൂഷൻ ആണ്. അത് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം. വേറെ ആരെങ്കിലും ജോയിൻ ചെയ്യോ? Hari level. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മള് പ്രസന്റ് ടെൻസ് ആണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? We completed present tense, the 4 tenses which comes under present tense. Simple present, present continuous, present perfect continuous. So ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം മെയിൻ ആയിട്ട് നമുക്ക് സ്ട്രക്ചർ ആണ് മെയിൻ ആയിട്ട് ആവശ്യം വരിക. സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് വരിക. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്ട് കഴിഞ്ഞിട്ട് അക്കോർഡിംഗ് ടു ദ സബ്ജക്ട് ആം ഓർ ഈസ് ഓർ ആർ ആഡ് ചെയ്യണം. എന്നിട്ട് ING ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യണം. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവ്, then V3 form of the verb means past participle form of the verb. Then present perfect continuous ആണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് ബീൻ ഓർ ഹാഡ് ബീൻ ആഡ് ചെയ്യുക. എന്നിട്ട് വെർബിന്റെ ING ഫോം യൂസ് ചെയ്യണം. ഇത്രയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി 2 ടെൻസ് ഉള്ളതും കൂടി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ പാസ്റ്റ് ടെൻസ്, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാം. പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ് പോലെ തന്നെ പാസ്റ്റിലാണ് ഇന്ന് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും. എവ്രിതിങ് that we are going to discuss here will be happening or happened in the past. Okay, അങ്ങനെ പാസ്റ്റിൽ നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ പറയാം. അപ്പോൾ ഇത് എന്ത് ഡെഫിനിഷൻ പറഞ്ഞാലും അത് പാസ്റ്റിനെ കണക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മള് സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞ ജസ്റ്റ് അല്ലേ, ഇപ്പൊ ജസ്റ്റ് നടന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റീനെയോ അല്ലെങ്കിൽ ഒരു ആക്ഷനെയോ പറ്റി പറയുമ്പോഴാണ് എന്താണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. an action that finished or completed at the time of speaking. കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നടന്നു പോയി അല്ലെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റഡ് ആയ ഫിനിഷ്ഡ് ആയ കാര്യങ്ങൾ പറയുമ്പം അത് ചിലപ്പോൾ സംടൈംസ് ഇൻ ദ പാസ്റ്റ്, അതായത് കുറച്ച് സമയം മുന്നേ കംപ്ലീറ്റ് ആയതായിരിക്കാം, അല്ലെങ്കിൽ തൊട്ട് മുന്നേ എന്തായിരിക്കാം ചിലപ്പോൾ കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാകും. അതിന് ഇപ്പോഴായിട്ട് ഒരു പ്രസക്തിയും പ്രസന്റ് ആയിട്ട് ഒരു പ്രസക്തിയൊന്നും ഇല്ല, അത് കഴിഞ്ഞു പോയി എന്നുള്ള രീതിക്ക് നിൽക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ രാം അറൈവ്ഡ് ലാസ്റ്റ് നൈറ്റ്. അതൊരു കാര്യം ഓൾറെഡി നടന്നു കഴിഞ്ഞതാണ് അല്ലെ. ഒരു വ്യക്തി ലാസ്റ്റ് നൈറ്റ് എത്തി, റീച്ച്ഡ് എന്നുള്ള അർത്ഥം, അറൈവ്ഡ് എന്നുള്ള അർത്ഥത്തിലാണ്. അതിന് നമുക്കിപ്പോ അത് ഓൾറെഡി കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട് സബ്ജക്റ്റിന് ശേഷം V2 ഫോം ഓഫ് ദ വെർബ് വേണം യൂസ് ചെയ്യാൻ. അതായത് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, പാസ്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. നിഷി കോൾഡ് മീ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ
എന്താണ് അതും ഇതേപോലെ തന്നെ നേരത്തെ നടന്ന് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ആഫ്റ്റർ സബ്ജക്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആ മെയിൻ വേർബിന്റെ പാസ്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി മെയിൻ ആയിട്ട് ഇതാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഒരു എന്താ പറയാ മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയുക. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു റിപ്പീറ്റഡ് ആക്ഷൻസിനെയോ ഹാബിറ്റ്സിനെയോ ഒക്കെ കാണിക്കാൻ നേരത്ത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ നമ്മൾ പാസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞു പോയ കുറെ സമയങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചില ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ആക്ഷൻസോ ഒക്കെ എന്താ കുറച്ചധികം നാളത്തേക്ക് കഴിഞ്ഞ ദിവസം വരെ വേണമെങ്കിൽ എന്താ റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ ലൈഫിൽ. അതാണ് ബ്രാക്കറ്റിൽ യൂസ്ഡ് ടു എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് ഓൾറെഡി നമ്മൾ അങ്ങനെ എന്താണ് ചെയ്യുമായിരുന്നു, അത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പാസ്റ്റിൽ റിപ്പീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹാബിറ്റ് പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി യൂഷ്വലി സ്പെൻഡ് ദ വിന്റർ ഇൻ പാരീസ്. ഇവിടെ വി യൂഷ്വലി സ്പെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. SPENT സ്പെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SPEND ആണ് എന്താ V1 ഫോം എന്ന് പറയുന്നത്. അതിന്റെ V2 ഫോം ആണ്, പാസ്റ്റ് ഫോം ആണ് SPENT. അപ്പൊ നമ്മൾ യൂഷ്വലി പറയാണ് ഞങ്ങൾ എന്താ സാധാരണയായിട്ട് വിന്റർ സ്പെൻഡ് ചെയ്യാറുള്ളത് എവിടെയാണ്? പാരീസിലായിരുന്നു എന്ന് പറയാണ്. അപ്പൊ ഇവിടെ നമ്മള് എന്താ V2 ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാനുള്ള കാരണം ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി ഒരു എന്താ റിപ്പീറ്റഡ് ആക്ഷൻ പോലെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ ഈ വിന്റർ സീസൺ വരുമ്പോൾ നമ്മൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അവിടെ പാരീസിൽ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. യൂസ്ഡ് ടു ആണ്, ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോ. ഇപ്പൊ ചെയ്യുന്നില്ല, കഴിഞ്ഞ പോയ സമയങ്ങളിൽ എപ്പോഴൊക്കെയോ ചെയ്യുമായിരുന്നു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ ഹാബിറ്റിനെ അല്ലെങ്കിൽ ആ റിപ്പീറ്റഡ് ആക്ഷൻസിനെ പറയാനായിട്ട് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. അതാണ് രണ്ട് മെയിൻ ആയിട്ടുള്ള യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റിയാണ് പറയാം. അപ്പം ഇതിന്റെ സ്ട്രക്ചർ പഠിക്കാന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെയും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, മറ്റേ സ്ട്രക്ചർ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നപ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ എന്താണ് ആം ഓർ ഈസ് ഓർ ആർ ദെൻ വെർബ് പ്ലസ് ING ആയിരുന്നെങ്കിൽ ഇവിടെ സബ്ജക്റ്റിന് ശേഷം ആമിന്റെയും ഈസിന്റെയും പാസ്റ്റ് ടെൻസ് ആണ് വാസ്. അതേപോലെ ആറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വേർ. നമ്മളിവിടെ ആമീസ് ആറിന് പകരം വാസ് അല്ലെങ്കിൽ വേർ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഷീ വാസ് എന്ന് നമുക്ക് പറയാം. അതേപോലെ ദേ വേർ എന്ന് പറയാം. സിംഗുലർ ആവുമ്പോൾ വാസും അതേപോലെ പ്ലൂറൽ ആവുമ്പോൾ വേറും യൂസ് ചെയ്തിട്ട് വെർബിന്റെ ING ഫോം വേണം യൂസ് ചെയ്യാൻ. അത് എപ്പോഴും മസ്റ്റ് ആണ്, കാരണം കണ്ടിന്യൂവേഷനെ കാണിക്കുമ്പോഴാണ് നമ്മൾ ING ഫോം യൂസ് ചെയ്യുക. അതേപോലെ ഈ ടെൻസിന് വിളിക്കുന്ന ഒരു പേര് കൂടി ഉണ്ട്, വേറൊരു പേര് കൂടി ഉണ്ട്, പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ്, ലൈക്ക് പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ്. അതായത് ഇത് പ്രോഗ്രഷനെ കാണിക്കുക അല്ലെ, ഒരു പെർട്ടിക്കുലർ ടൈമില് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമില് ആ ഒരു ആക്ടിവിറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ആക്ഷൻ പ്രോഗ്രസ്സിലായിരുന്നു എന്ന് കാണിക്കാൻ ആണ് നമ്മൾ ഈ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക. അതുകൊണ്ട് ഈ കണ്ടിന്യൂസ് എന്ന ടേമിന് പകരം നമുക്ക് പ്രോഗ്രസീവ് എന്നുള്ള ടെൻസ് നമുക്ക് യൂസ് ചെയ്യാം. പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് നമുക്ക് പറയാം. അപ്പം ഇതിന്റെ യൂസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an action or event that was going on in the past എന്നാ പറയുന്നത്. In other words, it shows the progress of the action or event at a specific time in the past. The past continuous tense is therefore also called the past progressive tense. അതായത് പാസ്റ്റില് കഴിഞ്ഞു പോയ സമയത്തെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു സമയം തുടങ്ങി ഒരു പ്രത്യേക സമയം വരെ കുറച്ചു നേരത്തേക്ക് ഒരു ആക്ഷൻ എന്താ പ്രോഗ്രസ്സിലായിരുന്നു, അല്ലെങ്കിൽ അത് ഇറ്റ് വാസ് ഗോയിങ് ഓൺ, അല്ലെങ്കിൽ ഒരു ഇവന്റ് ആയിരിക്കാം, അത് ഒരു ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തികളായിരിക്കാം, എന്താണെങ്കിലും അത് ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് വേണം യൂസ് ചെയ്യാൻ. ഒരു സിമ്പിൾ ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ സെലിൻ വാസ് റൈറ്റിംഗ് എ ലെറ്റർ.
ഇത് അതിന്റെ സ്ട്രക്ചറിനെ സൂചിപ്പിക്കാനായിട്ട് എളുപ്പമുള്ളൊരു സെന്റൻസ് ആണ്. സെലിനാണ് സബ്ജക്ട്, അത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് യൂസ് ചെയ്യുന്നു. റൈറ്റ് എഴുതുക എന്നതാണ് എന്ത് മെയിൻ വെർബ്, അതിന്റെ കൂടെ വി മസ്റ്റ് ആഡ് ing, then comes the object. So Celine was writing a letter എന്നായി മാറും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ വാസ് സിംഗിങ് വെൻ ഐ എന്റേർഡ് ദ റൂം. അതായത് ഞാൻ റൂമിൽ എൻ്റർ ചെയ്തപ്പോൾ, ഓക്കെ, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. വെൻ ഐ എന്റേർഡ് ദ റൂം, ഞാൻ റൂമിൽ എൻ്റർ ചെയ്തപ്പോൾ വാട്ട് വാസ് ഷീ ഡൂയിങ്? ഷീ വാസ് സിംഗിങ് എ സോങ്, അല്ലെങ്കിൽ ഷീ വാസ് സിംഗിങ്, അവള് പാട്ട് പാടുകയായിരുന്നു അല്ലെ, അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ആ റൂമിൽ എൻ്റർ ചെയ്ത സമയത്ത് ആ കുറച്ച് സമയത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന ആ ഒരു ആക്ഷന്റെ പ്രോഗ്രഷനെ അല്ലെങ്കിൽ കണ്ടിന്യൂവേഷനെ ആണ് ഇവിടെ കാണിക്കുക. അതുകൊണ്ട് നമുക്കത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാവുന്നതാണ്. ഇനി അടുത്ത ടെൻസ് നമുക്ക് പാസ്റ്റ് ടെൻസിൽ വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആയിരുന്നു. ഇവിടെ ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞ ഹാഡ് ആണ്. ഓക്കെ, ഹാസിനും ഹാവിനും സെയിം ആണ് പാസ്റ്റ് ടെൻസ് വരുന്നത്, അതാണ് ഹാഡ്. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാഡ് യൂസ് ചെയ്യാം പാസ്റ്റ് ആക്ടിവിറ്റിനെ കാണിക്കാൻ. അതോടൊപ്പം ഹാസോ ഹാവോ ഹാഡോ ഇതിൽ ഏതോ ആകട്ടെ സെന്റൻസിൽ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് വേണം യൂസ് ചെയ്യാൻ, അതായത് V3 ഫോം ഓഫ് ദ വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. സോ സബ്ജക്റ്റിന് ശേഷം ഹാഡ് വെക്കുന്നു, അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യുന്നു. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇത് യൂസ് ചെയ്യുന്നത് ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ എ സർട്ടൻ പോയിന്റ് ഇൻ ദ പാസ്റ്റ് or before another action happened. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു രണ്ട് പാസ്റ്റ് ആക്ഷൻസ് നമുക്കിപ്പോ നടന്നു എന്ന് വിചാരിക്കാം. രണ്ട് കാര്യങ്ങൾ അടുത്തടുത്തായിട്ട് നടന്നു. ആ ആക്ടിവിറ്റീസ് നടന്നു കഴിഞ്ഞപ്പം അതില് ഫസ്റ്റ് നടന്ന ആക്ടിവിറ്റീനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നു. അതേപോലെ രണ്ടാമത് നടന്ന കാര്യത്തെ നമ്മൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിലാണ് യൂസ് ചെയ്യുക. അതായത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റാൻഡ് അറ്റ് 6 PM ബട്ട് ദ ബസ് ഹാഡ് ലെഫ്റ്റ് ബൈ ദ ടൈം. ഈ സെന്റൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് ആക്ടിവിറ്റീസിനെയാണ് കാണിക്കുന്നത് അല്ലെ. ഒരു ആക്ഷൻ ഓൾറെഡി കംപ്ലീറ്റ് ആയി, രണ്ട് ആക്ഷൻ ഓൾറെഡി നടന്ന കാര്യങ്ങൾ, അതായത് ഒന്ന് ബസ് സ്റ്റാൻഡിൽ എത്തി എന്നുള്ളത്, 6 മണിക്ക് ഞാൻ എത്തി എന്നുള്ളതും, രണ്ടാമത്തത് ആ സമയം ആയപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ബസ് ആ സമയം ആയപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു, സ്റ്റാൻഡ് വിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അടുത്ത ആക്ഷൻ. ഈ രണ്ട് ആക്ഷനിൽ അറിയാലോ, ആദ്യം നടന്നത് ബസ് ഓൾറെഡി ലെഫ്റ്റ് അല്ലെ, ബസ് ഓൾറെഡി ലീവ് ചെയ്തു സ്റ്റാൻഡിൽ നിന്നുള്ളതാണ് എന്ത് ആദ്യം നടന്ന ആക്ഷൻ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയും. അപ്പോ ബസ്സിന് ശേഷം ഹാഡ് യൂസ് ചെയ്തിട്ട് ലീവ് എന്നുള്ളതിന്റെ V3 ഫോം ലെഫ്റ്റ് യൂസ് ചെയ്യുന്നു. ഇനി ഐ എന്റേർഡ് ദ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് രണ്ടാമത് നടന്നതാ അല്ലെ. ആ രണ്ടാമത് നടന്ന ആക്ടിവിറ്റിന് നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് സാധാരണ യൂസ് ചെയ്യാം. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ഇത്ര ഓർത്ത് വെക്കാം. ഒരു സർട്ടൺ പോയിന്റ് പാസ്റ്റിലെ ഏതെങ്കിലും ഒരു സർട്ടൺ പോയിന്റില് അല്ലെങ്കിൽ ഏതൊരു ഒരു ആക്ടിവിറ്റി എന്താ പറയാ നടക്കുകയാണ്, അതിന് തൊട്ടു മുന്നേ വേറൊരു ആക്ടിവിറ്റി കൂടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ആദ്യം നടന്ന ആക്ടിവിറ്റീനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇത്തിരി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് നടക്കുമ്പോൾ അടുത്തടുത്തായി നടക്കുമ്പോൾ അതില് ആദ്യം നടന്ന പാസ്റ്റ് ആക്ഷനെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ആദ്യം നടന്ന ആക്ഷനെ കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റിന് ശേഷം ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആഡ് ചെയ്യുക, എന്നിട്ട് ing ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോൾ ഹാസ് ബീൻ ആയാലും ഹാഡ് ബീൻ ആയാലും ഒറ്റ പാസ്റ്റേ ഉള്ളൂ, അതാണ് ഹാഡ് ബീൻ അല്ലെ. ഹാസ് ബീൻ ആൻഡ് ഹാവ് ബീൻ ഇതിന്റെ രണ്ടിന്റെയും പാസ്റ്റ് ആണ് ഹാഡ് ബീൻ. അപ്പൊ സബ്ജക്റ്റിന് ശേഷം ഇവിടെ നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നു,
എന്നിട്ട് ING ഫോം ഓഫ് വെർബ് തന്നെ യൂസ് ചെയ്യുന്നു. അതിൽ തെറ്റൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ മെയിൻ ആയിട്ടുള്ള ഫോർമാറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ് ഓർ ഇവന്റ്സ് വിച്ച് സ്റ്റാർട്ടഡ് ബിഫോർ എ പെർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ് ആൻഡ് were still in progress up to that time in the past. അപ്പൊ ഇതെല്ലാം പാസ്റ്റിലുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഓർക്കണം കേട്ടോ. അപ്പൊ ഒരു ആക്ഷനോ ഒരു ആക്ടിവിറ്റിയോ എന്താണ് ഒരു പെർട്ടിക്കുലർ ടൈമിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തു. ഏതെങ്കിലും ഒരു ടൈം ആകൂലേ, നമ്മൾ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷന് മുന്നേ തന്നെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ടൈം എത്തുമ്പോഴും എന്ത് ചെയ്യായിരുന്നു, പാസ്റ്റിൽ ആ ആക്ഷൻ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇതൊരു വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീനെ കാണിക്കുന്നതാണ്. പാസ്റ്റ് കണ്ടിന്യൂസ്, സിംപ്ലി നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നപ്പോൾ ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടായിരുന്നില്ല, ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ്. ആ ടൈം പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കുറെ നേരം മുമ്പേ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാസ്റ്റിൽ എപ്പോഴും. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പാസ്റ്റിൽ തന്നെ നമുക്ക് വേറൊരു പെർട്ടിക്കുലർ കാര്യം വന്നു. അപ്പോഴും ആ ഒരു മൊമെന്റിലും ആ ഒരു ആക്ഷൻ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പോലെ പ്രസന്റിലെ എന്താണോ ഡെഫിനിഷൻ ആയിരുന്നത് അതിനെ അങ്ങനെ തന്നെ പാസ്റ്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യാന്നേ ഉള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കുമ്പോൾ ഒരു ആക്ഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ഇപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോൾ നിൽക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നിൽക്കാതിരിക്കാം, പോയിക്കൊണ്ടേയിരിക്കാം. അത് തന്നെ പാസ്റ്റിൽ ഇതേപോലെ തന്നെ കുറെ നാളുകൾക്ക് മുന്നേ ഒരു കാര്യം സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കും അത് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവുക. അപ്പൊ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ചിലപ്പോൾ വേറൊരു ആക്ഷൻ വരും, ആ സമയത്തും ചിലപ്പോൾ ഹലോ, ക്ലിയർ ആണ്? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഒക്കെ ഞാൻ പറയുന്നത് കേൾക്കാമോ? അതൊന്ന് എന്താ പറയാ, പവർ കട്ട് വന്ന് പെട്ടെന്ന്, അതാണേ. ഓക്കെ, ഐ വിൽ ഷെയർ ദ സ്ക്രീൻ അഗെയിൻ. എപ്പോഴെങ്കിലും വോയിസ് ബ്രേക്ക് ആവേ ക്ലിയർ ആവാതെ വരുമ്പോ ഒന്ന് പറയണേ. എനിക്ക് ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ട്, എന്റെ ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് തന്നെ. അതെല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. പിന്നീട് ക്ലാസ് ഒന്ന് എടുത്ത് കണ്ടാ മതി. ഓക്കെ, ഇപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാസ്റ്റില്, ഓക്കെ, പാസ്റ്റിലാണെല്ലാം. അപ്പൊ പാസ്റ്റിൽ ഒരു സമയത്ത് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. വേറൊരു ആക്ഷൻ അവിടെ നടക്കുന്നു, അപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഒരു കുറച്ച് എന്താ പറയാ ലോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, he had been drinking milk out of the carton when mom walked into the kitchen. അതായത് ഇവിടെ രണ്ട് ആക്ഷൻസ് ഉണ്ട് അല്ലെ. ഒന്ന് അമ്മ കിച്ചണിലേക്ക് ചെന്നു എന്നുള്ളത്. ആ സമയത്ത് എന്താണ്, അവിടെ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഊഹിക്കാം അത് കുറച്ചു നേരം മുമ്പേ സ്റ്റാർട്ട് ആയതാണ്, ചെല്ലുമ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ലോങ് ടേമിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. അപ്പൊ ഹി ഹാഡ് ബീൻ ഡ്രിങ്കിങ് എന്ന് വരും. ഹാഡ് ബീൻ ഡ്രിങ്കിങ് മിൽക്ക് ഔട്ട് ഓഫ് ദ കാർട്ടൺ വെൻ മോം വാക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ. അപ്പോ അമ്മ വരുന്നതിന് മുന്നേ തന്നെ ആ ആക്ടിവിറ്റി, അതായത് പാല് കുടിക്കുക എന്നുള്ള ആക്ടിവിറ്റി തുടങ്ങി. അതിനുശേഷം അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ. അതിനുശേഷം എപ്പോഴോ ഒരു പോയിന്റിലാണ് അമ്മ കിച്ചണിലേക്ക് എൻ്റർ ആകുന്നത്, അപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇതിന്റെ മീനിങ് ശരിക്കും വരുന്നത്.
ഇനി വേറെ ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ I had been working at the company for 5 years when I got the promotion. ഇപ്പൊ എല്ലാം പാസ്റ്റിലാണ് അല്ലെ. എനിക്ക് പ്രൊമോഷൻ കിട്ടി. ആ പ്രൊമോഷൻ കിട്ടിയപ്പോഴും ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് 5 years ആയിട്ടുണ്ടായി ഞാൻ ആ കമ്പനിയിൽ കയറിയിട്ട്. അപ്പൊ 5 years ആകുമ്പോൾ ഊഹിക്കാലോ, 5 വർഷമായിട്ട് അവിടെ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുക. അതായത് ഒരു വ്യക്തി ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് 5 വർഷമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ 5 വർഷം ആയപ്പോഴത്തേക്ക് അയാൾക്ക് എന്തും കിട്ടി, ഒരു പ്രൊമോഷനും കിട്ടി. അപ്പൊ അതിനർത്ഥം അയാളെ ജോലി ഉപേക്ഷിച്ച് പോകണമെന്നല്ലോ. അപ്പോഴും പ്രൊമോഷൻ കിട്ടിയതിന് ശേഷം അയാൾ അവിടെ ആ ജോബ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഐ ഹാഡ് ബീൻ വർക്കിംഗ് അറ്റ് ദ കമ്പനി എന്ന് വേണം പറയാൻ. അതേപോലെ വേറൊരു എക്സാമ്പിൾ കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർത്ത ഹാഡ് ബീൻ വാക്കിംഗ് 3 miles a day ബിഫോർ ഷീ ബ്രോക്ക് ഹർ ലെഗ് എന്ന് പറയാം. അതായത് ഒരു ഈ ആക്ടിവിറ്റി, അതായത് 3 miles ഒരു ദിവസം നടക്കുക എന്നുള്ള ആക്ടിവിറ്റി ആ ഒരു പാസ്റ്റില് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് ഒരു ദിവസം 3 മൈൽ നടക്കുക, അതേപോലെ അത് റിപ്പീറ്റഡ്ലി പിന്നെയും 3 മൈല്, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആ ആക്ടിവിറ്റി അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ബിഫോർ ഷീ ബ്രോക്ക് ഹെർ ലെഗ്. അതായത് ഇവിടെ ഈ ആക്ടിവിറ്റി ഇപ്പൊ നടക്കുന്നില്ല, പക്ഷെ എന്തുകൊണ്ടാ? കാല് ബ്രോക്ക് ആയതുകൊണ്ട്, കാല് ഒടിഞ്ഞതുകൊണ്ട് ഇപ്പൊ നടക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ ആക്ടിവിറ്റി കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂസ്ലി ഗോയിങ് ഓൺ ആയിരുന്നു പാസ്റ്റില്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹാഡ് ബീൻ വെച്ചിട്ട് ഈ സെന്റൻസ് ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പാസ്റ്റ് ടെൻസിൽ വരുന്നത്. ഫസ്റ്റത്തെ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പ്ലസ് V2 ഫോം ഓഫ് ദ വേർബ് ആണ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നുണ്ട്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് was or were plus ing form of the verb. Then past perfect tense, subject plus had plus V3 form of the verb, or past participle form of the verb. Then past perfect continuous, subject plus had been plus ing form of the verb. ഇത്രയാണ് നമ്മളുടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരുന്ന ടെൻസുകൾ. ഇനി നമ്മൾ ഫ്യൂച്ചർ എടുക്കാണ്, അതായത് ഇനി ഭാവി അല്ലെ, വരാൻ പോകുന്ന കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ പ്രസന്റിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയണോ അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ നടക്കൂലോ. അപ്പൊ നമ്മൾ അതൊക്കെ എന്താ പറയാ, ഇന്നതുപോലെ ആയിരിക്കും, ഇന്ന സമയത്തായിരിക്കും കംപ്ലീറ്റ് ആവുക, ഇന്നതുപോലെ നടക്കും, അല്ലെങ്കിൽ ആ സമയത്ത് ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് പല പല കാര്യങ്ങൾ പറയും. അപ്പോഴാണ് നമ്മൾ ഈ പല തരത്തിലുള്ള ടെൻസ് ഫോംസിനെ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വരിക. സിമ്പിൾ ഫ്യൂച്ചറിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് പോലെ തന്നെ സബ്ജക്റ്റിന്റെ കൂടെ ബേസ് ഫോം ഓഫ് ദ വെർബ് തന്നെയാണ് യൂസ് ചെയ്യുക, അതായത് V1 ഫോം ഓഫ് ദ വെർബ് ആണ്. പക്ഷെ ഒരു വ്യത്യാസം, അതിന് തൊട്ട് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബിന് തൊട്ട് മുന്നേ നമുക്ക് വിൽ അല്ലെങ്കിൽ ഷാല് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 form of the verb or basic form of the verb. Okay, ഇനി simple future tense, of course we know that it indicates future actions അല്ലെ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുക. ഇനി ഇവിടെ അറിയേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതായത് ഈ വില്ലും ഷാലും സ്ട്രക്ചർ പറഞ്ഞല്ലോ. ഇവിടെ ജനറലി നമുക്ക് ഇംഗ്ലീഷിൽ ഒരു റൂൾ എന്താന്ന് വെച്ചാൽ അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള റൂളാണ്. ഐന്റെ കൂടെ അല്ലെങ്കിൽ വിയുടെ കൂടെ, അതായത് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും നമ്മള്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ ഉണ്ട്. അതിൽ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ അല്ലെങ്കിൽ വിനെയാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് വിളിക്കുക. അപ്പൊ ഈ ഫസ്റ്റ് പേഴ്സന്റെ കൂടെ ആയിരിക്കണം നമ്മൾ ഷാൽ ഉപയോഗിക്കേണ്ടത് എന്നൊരു റൂൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് പേഴ്സന്റെയും തേർഡ് പേഴ്സന്റെയും, അതായത് സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ യു, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹി, ഷീ, ഇറ്റ്, ദേ എന്ന് പറയും. ഇതിന്റെയും രണ്ടിന്റെയും കൂടെ ആയിരിക്കണം വില്ല് യൂസ് ചെയ്യേണ്ടതെന്നുള്ള റൂൾ ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് മോസ്റ്റ്ലി സെന്റൻസുകൾ ഫ്രെയിം ആയിരുന്നത്. പക്ഷെ ഇപ്പോ അറ്റ് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ സംസാരിക്കുമ്പോൾ വില്ലും ഷാലും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവര് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഐന്റെ കൂടെ ഷാല് മാത്രമല്ല വില്ല് യൂസ് ചെയ്യും, അതേപോലെ വിയുടെ കൂടെയും നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു ചേഞ്ച് നടക്കുന്നുണ്ട്. ബോത്ത് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്.
ഇപ്പോ ഐ വിൽ എന്ന് പറഞ്ഞാലും ഐ ഷാൽ എന്ന് പറഞ്ഞാലും ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ഓക്കെ, ഇത് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ഫസ്റ്റ് യൂസ് പറഞ്ഞു, ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാനാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂസ് ആണ് അല്ലെ. അടുത്തൊരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ടോക്ക് അബൌട്ട് തിങ്സ് വിച്ച് വി കനോട്ട് കൺട്രോൾ. ചില കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം, അടുത്ത മാസം അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ 2 മാസത്തിന് ശേഷം ഇന്നതുപോലെ ആയിരിക്കും കാര്യങ്ങളെന്ന്. നമ്മുടെ കയ്യിലല്ല അതൊന്നും. അതൊക്കെ ഓൾറെഡി അങ്ങനെയാണ്, ഫിക്സ്ഡ് ആയിരിക്കും, നമുക്കതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ച് പറയാം. ലൈക്ക് ഐ ഷാൽ ബി 25 നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ഞാൻ എത്രയാവും, എനിക്ക് 25 വയസ്സാകും എന്നുള്ളത് അത് ഓൾറെഡി അറിയാലോ, അത് അങ്ങനെയാണ് അല്ലെ. നമ്മുടെ ഏജ് നമ്മുടെ വർഷത്തിനനുസരിച്ച് നമ്മുടെ ഏജ് മാറിക്കൊണ്ടിരിക്കും, അത് നമ്മുടെ കയ്യിലല്ല. അതേപോലെ ഇറ്റ് വിൽ ബി ഹോളി നെക്സ്റ്റ് മന്ത് എന്ന് പറയാം. അടുത്ത മാസം ഹോളിയാണ്, അതെന്താണ് ഓൾറെഡി മാർക്ഡ് ആണ് കലണ്ടറിൽ. അത് ആ ഡേറ്റിൽ തന്നെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ അതിനെന്താണ് മാറ്റങ്ങളൊന്നും ഇല്ലാത്ത കാര്യം. അപ്പൊ നമുക്ക് എന്ത് പറയാം, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമുക്കത് പറയാം. ഇനി ചില സമയങ്ങൾ നമ്മൾ ചിലത് പ്രെഡിക്റ്റ് ചെയ്യൂ അല്ലെ. പ്രെഡിക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അതായത് നമ്മൾ മുൻവിധി പോലെ പറയും, ഇന്നതുപോലെ നടക്കാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ഇന്നതുപോലെ നടക്കും എന്ന് നമ്മൾ ഈ ഊഹിച്ച പോലെ പറയുന്നതിനെയാണ് എന്താ പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറയാം. ഇപ്പൊ ഇവിടെ പറയാണ് ഐ തിങ്ക് ഐ വിൽ വിൻ ദിസ് ഗെയിം. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഗെയിം ജയിക്കുന്നു തോന്നുന്നു എന്ന് പറയാം. ഇവിടെ ഐ വിൽ വിൻ എന്നാ പറയുന്നത് അല്ലെ. എന്റെ ഒരു പ്രഡിക്ഷൻ ആണ് പറയുന്നത്, ഞാൻ പ്രഡിക്റ്റ് ചെയ്യാണ്, ഞാൻ എന്താ ആ ഗെയിം ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ പെർഹാപ്സ് ഐ വിൽ വിസിറ്റ് ലോസ് ഏഞ്ചൽസ് നെക്സ്റ്റ് മന്ത്. ലോസ് ആഞ്ചലസിൽ ഞാൻ എന്ന് വിസിറ്റ് ചെയ്യും, അടുത്ത മാസം ഞാൻ വിസിറ്റ് ചെയ്യും. ഒരു പക്ഷെ പെർഹാപ്സ്, അതായത് ഒരു പക്ഷേ ഞാൻ അടുത്ത മാസം ലോസ് ഏഞ്ചൽസ് വിസിറ്റ് ചെയ്യും. അതായത് ഇതൊരു കൺഫർമേഷൻ ഇല്ല, പ്രഡിക്ഷൻസ് ആണ് അല്ലെ. ഞാനത് ജയിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഞാനത് വാങ്ങുമായിരിക്കും, ഇപ്പൊ അടുത്ത മാസം ഞാനൊരു പുതിയ ഫോൺ വാങ്ങുമായിരിക്കും, അല്ലെങ്കിൽ വാങ്ങും പറയില്ലേ. അതേപോലെ അടുത്ത മാസം ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോവും, അങ്ങനെ. അല്ലെങ്കിൽ അടുത്ത വർഷം ഈ 2 മാസത്തിന് ശേഷം എന്താ ഞാൻ ഒരു പുതിയ കാറ് വാങ്ങും, അങ്ങനെയൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് പറയും. അപ്പോഴൊക്കെ നമുക്ക് ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാം. ഇനി ചില സമയത്ത് നമ്മൾ ഇതാ ഇപ്പൊ തന്നെ ഈ പ്രസന്റിൽ പോലും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. അത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദാ ഇപ്പോ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഡിസൈഡ് ചെയ്യും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം. അത് ശരിയാണ് അങ്ങനെ യൂസ് ചെയ്ത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് കോൾഡ്. അറിയാലോ, ഇപ്പൊ ഭയങ്കര തണുപ്പാണ് അല്ലെ. പെട്ടെന്ന് തണുപ്പ് വന്നു ഭയങ്കരമായിട്ട്, മഴയൊക്കെ ഭയങ്കരമായിട്ട് പെയ്ത് രാത്രി നല്ല തണുപ്പ് വന്നേക്കാണ്. അപ്പൊ എന്താണ്, ഭയങ്കര ചൂടായതുകൊണ്ട് ഡോറും വിൻഡോസ് എല്ലാം തുറന്നിട്ടിട്ടാ കിടക്കാറ്. പക്ഷെ ഭയങ്കരമായ മഴ പെയ്ത് കഴിഞ്ഞ് ഫാൻ അല്ലെങ്കിൽ എ സി കിട്ടുന്നപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ്. അപ്പൊ ഭയങ്കര തണുപ്പായി കഴിഞ്ഞപ്പോ എന്താണ് നമ്മൾ പറയാണ്, ഓ തണുത്തിട്ട് വയ്യ, ഞാൻ ആ ഡോർ അടയ്ക്കാം അല്ലെങ്കിൽ വിൻഡോ അടയ്ക്കാം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പൊ നമുക്കത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ പറയാവുന്നതേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് ഐ വിൽ ക്ലോസ് ദ ഡോർ. ഓക്കെ, ഞാൻ ആ ഡോർ അടയ്ക്കാം എന്നാ പറയുന്നത്. അതേപോലെ ഐ വിൽ വെയിറ്റ് ഫോർ ഹിം ആസ് ഹി ഈസ് ഇൻ എ മീറ്റിംഗ്. ഒരു ഫ്രണ്ട് ആയിരിക്കും, ആ മീറ്റിംഗിലാണ്. ഓക്കെ, മീറ്റിംഗിലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇപ്പൊ പോകുന്നില്ല, ഞാൻ അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണെന്ന്. അപ്പൊ ഡിസൈഡ് ചെയ്യാണ്. പറഞ്ഞുകൊണ്ടിരിക്കാതെ തന്നെ ചോദിക്കാം, നീ വരുന്നുണ്ടോ, ഞങ്ങൾ പോവാണ്, അവനൊരു മീറ്റിംഗ് ഉണ്ട്, നമ്മളെല്ലാവരും പോവാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പൊക്കോ, ഞാൻ എന്തായാലും അവന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് അപ്പോ നമ്മൾ ഡിസൈഡ് ചെയ്ത് അങ്ങ് പറയാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ പറയാവുന്നതേ ഉള്ളൂ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്? ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ, പിന്നെ ഒരു കാര്യം, ഇത് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പം മലയാളത്തിൽ എക്സ്പ്ലനേഷൻ തരുന്നതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞോ അല്ലെങ്കിൽ ക്ലാസ്സിന് ശേഷവും ചിലപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഓർമ്മ നിൽക്കണം എന്നില്ല എന്തൊക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെ കുറെ ടെൻസുകൾ ഒരുമിച്ച് വരുമ്പോഴേ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അത് എന്താ ക്വൈറ്റ് നാച്ചുറൽ ആണ്. അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്കില് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ബുക്കില് ഈ ടെൻസിന്റെ സ്ട്രക്ചർ എല്ലാം കൂടിയിട്ട് ഒന്ന് ഒരുമിച്ച് എഴുതി വെക്കുകയാണ്. അതായത് സിമ്പിൾ ടെൻസ് മാത്രം, അതായത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, അതിന്റെ നേരെ എഴുതി വെക്കുക സ്ട്രക്ചർ. അതേപോലെ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, അങ്ങനെ സെപ്പറേറ്റ്
അടുപ്പിച്ചടുപ്പിച്ച് ഇതിന്റെ എന്താ പറയാ കമ്പയർ ചെയ്ത് സ്ട്രക്ചർ എഴുതുകയാണെങ്കിൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ പഠിച്ചാൽ മതിയാവും. അടുത്ത സ്ട്രക്ചറുകൾ നമുക്ക് ഓരോ ടെൻസിന്റെയും നമുക്ക് സ്വയമായിട്ട് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് എത്ര എന്താ പറയാ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു പറഞ്ഞാലും മറക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി അടുത്ത ടെൻസ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ നമ്മള് ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ സബ്ജക്റ്റിന് ശേഷം വിൽ ഓർ ഷാല് കഴിഞ്ഞിട്ട് V1 ഫോം ഓഫ് ദ വെർബ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എല്ലാത്തിലും വില്ലും ഷാലും വരുന്നുണ്ട് കേട്ടോ ഫ്യൂച്ചറിൽ. അപ്പൊ ഇവിടെ എന്തായിരിക്കണം, ആ കണ്ടിന്യൂവേഷൻ കാണിക്കാനായിട്ട് നമ്മള് സബ്ജക്റ്റിന് ശേഷം ആം ഈസ് ആറുമല്ല വാസ് വേറുമല്ല യൂസ് ചെയ്യുന്ന, പകരം വിൽ ബി ഓർ ഷാൽ ബി ആണ് യൂസ് ചെയ്യുക. According to the subject, you have to use will be or shall be, then ing form of the verb. കാരണം എന്താ, ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അതായത് പ്രോഗ്രസീവ് ടെൻസ് ആണ് അല്ലെ, ഫ്യൂച്ചർ പ്രോഗ്രസീവ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ ഇത് എപ്പോഴാ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ, അതായത് ടു ടോക്ക് അബൌട്ട് സംതിങ് that will be going on at a particular time or over a particular time in the future എന്ന് പറയാം. അതായത് നമ്മളിപ്പോ പറയാറില്ലേ, എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യണതാ, ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞായറാഴ്ച ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാണ്, ഞായറാഴ്ച ഞാൻ ഈ സമയത്ത് എവിടെയായിരിക്കും, ഞാൻ ഊട്ടിയിലായിരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ. അല്ലെങ്കിൽ നാളെ ഈ സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടാകും, അങ്ങനെ പറയില്ലേ. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. അതായത് ഫ്യൂച്ചറിൽ ഒരു പെർട്ടിക്കുലർ ടൈമില് അവിടെ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്ന് പറയാനാണ്. ഇവിടെ പറയുകയാണെങ്കിൽ അറ്റ് ദിസ് ടൈം ടുമോറോ, നാളെ ഈ സമയത്ത് ഐ വിൽ ബി പ്ലേയിങ് ഗിറ്റാർ. ഓക്കെ, ഇപ്പൊ ഗിറ്റാറൊക്കെ വല്ല കോമ്പറ്റീഷൻ ഒക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ കിട്ടിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആദ്യമായി പെർഫോം ചെയ്യാൻ പോണാണെങ്കിൽ പറയും അല്ലെ, നാളെ ഈ സമയത്ത് ഞാൻ എന്റെ ഗിറ്റാറൊക്കെ വായിച്ച് സ്റ്റേജിൽ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഐ വിൽ ബി പെർഫോമിംഗ് ഓൺ ദ സ്റ്റേജ് എന്ന് പറയും. At this time tomorrow, I will be performing on the stage എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ ഈ സമയത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി don't call me between 8 and 8:30 PM or AM, any time PM വയ്ക്കാം. I will be watching the news at that time. എന്നെ 8 മണിക്ക് 8:30 ഇടയ്ക്ക് വിളിക്കണ്ട. കാരണം എന്താ, ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യുകയായിരിക്കും, ആ പെർട്ടിക്കുലർ ടൈമില് ഞാൻ ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂസ് കാണുക എന്നതാണ്. ഓക്കെ, ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ മിസ്റ്റർ ഷാ വിൽ ബി ഗിവിംഗ് എ ലെക്ചർ അറ്റ് ദ സെയിം ടൈം ടുമോറോ. ഇപ്പോഴത്തെ ഇതേ സെയിം ടൈമില് നാളെ മിസ്റ്റർ ഷാ എന്ത് ചെയ്യായിരിക്കും, ലെക്ചർ കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരിക്കും, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി വേറൊരു യൂസും കൂടി നമുക്ക് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന് വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൊട്ടീൻ ആക്ടിവിറ്റീസ്. ഓക്കെ, റൊട്ടീൻ ആക്ടിവിറ്റീസിനെ കാണിക്കാനാണ്. ഇപ്പൊ സിമ്പിൾ പാസ്റ്റിലും നമ്മൾ റൊട്ടീൻ ആക്ടിവിറ്റി പാസ്റ്റിൽ ഉണ്ടായിരുന്നതിനെ കാണിക്കാൻ യൂസ് ചെയ്തു. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന റൊട്ടീൻ ആക്ടിവിറ്റീസിനെയോ അല്ലെങ്കിൽ ഹാബിറ്റ്സിനെയോ റിപ്പീറ്റഡ് ആക്ടിവിറ്റിനെയോ കാണിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതേപോലെ അത് ഫ്യൂച്ചറിലും ആ റൊട്ടീൻ ആക്ടിവിറ്റി നമ്മൾ നടത്തും എന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ കേട്ടോ. അതായത് ഐ വിൽ ബി മീറ്റിംഗ് ആഷിഖ് ഓൺ ഫ്രൈഡേ, ദാറ്റ് ഈസ് വെൻ വി യൂഷ്വലി മീറ്റ്. അതായത് ഞങ്ങൾ സാധാരണയായിട്ട് ഇപ്പൊ രണ്ട് തിക് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ റിലേറ്റീവ്സ് ആയിരിക്കാം. അപ്പൊ അവര് തമ്മില് അങ്ങനെ വേറെ വേറെ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എപ്പോഴും കാണാൻ പറ്റില്ല. അപ്പൊ അവര് ഡെയിലി എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വീക്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പെർട്ടിക്കുലർ ടൈമില് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് ഒരു പെർട്ടിക്കുലർ ഡേയിൽ അവർ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവും. അപ്പൊ അത് അവരങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോരുന്നുണ്ടാവും. എല്ലാ വീക്കിലും റൊട്ടീനായിട്ട് എന്താ ഹാബിറ്റ് പോലെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ആക്ടിവിറ്റി ഫ്രൈഡേയിൽ എല്ലാ ദിവസവും അവർ പാർക്കിൽ മീറ്റ് ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോ ഒരാള് പറയാണ് അടുത്ത ഫ്രൈഡേ നമുക്ക് എന്താ പറയാ ഒരു ബീച്ചിൽ പോകാം എന്ന് പറയുകയാണെങ്കിൽ
ഇല്ല എനിക്ക് വരാൻ പറ്റില്ല, കാരണം ഞാൻ എന്ത് ചെയ്യായിരിക്കും, ഫ്രൈഡേ ഞാൻ ആഷിഖിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആഷിഖിനെ മീറ്റ് ചെയ്യുകയായിരിക്കും. കാരണം എന്താ, ഞങ്ങൾ യൂഷ്വലി ആ സമയത്താണ് കാണാറ് എന്നാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഐ വിൽ ബി മീറ്റിംഗ് ആഷിഖ് ഓൺ ഫ്രൈഡേ ബിക്കോസ് ദാറ്റ് ഈസ് വെൻ വി യൂഷ്വലി മീറ്റ്. ഓക്കെ, ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് രണ്ട് ടെൻസും കൂടി ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതിൽ ഒന്നാമത്തെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്, പിന്നെ വരുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ വിൽ അല്ലെങ്കിൽ ഷാൽ യൂസ് ചെയ്യുന്നു, അതിനുശേഷം ഹാവ് യൂസ് ചെയ്യുന്നു, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. അതായത് പ്രസന്റ് പെർഫെക്റ്റില് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം. അതേപോലെ പാസ്റ്റ് പെർഫെക്റ്റില് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇവിടെ എപ്പോഴും വിൽ ഓർ ഷാൽ ആണ് ഫ്യൂച്ചറിനെ കാണിക്കുക. അതുകൊണ്ട് സബ്ജക്റ്റിന് ശേഷം വില്ലും ഷാലും ഉള്ളതുകൊണ്ട് ഹാസ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യില്ല കേട്ടോ, ഹാവ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പം സബ്ജക്റ്റിന് ശേഷം വിൽ ഹാവ് ഓർ ഷാൽ ഹാവ്, ദെൻ V3 ഫോം യൂസ് ചെയ്യണം. ഓക്കെ, സബ്ജക്റ്റിന് ശേഷം വിൽ ഹാവ് ഓർ ഷാൽ ഹാവ്, ദെൻ V3 ഫോം വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറില് ഒരു പർട്ടിക്കുലർ ടൈമില് നമ്മൾ പറയാണ്, നമ്മൾ ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇപ്പോൾ ആ ആക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, അത് എന്നിട്ട് ഫ്യൂച്ചറിൽ ഒരു പോയിന്റിൽ ആവുമ്പോഴത്തേക്കും നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ വീട്ടിൽ അമ്മയൊക്കെ അല്ലെങ്കിൽ അച്ഛനൊക്കെ പുറത്തു പോവാണ്, അപ്പോ പറയാണ് നീ ഈ വർക്ക് ഞാൻ ജസ്റ്റ് ഒന്നൊരാളെ കാണാൻ പോവാ, പോയി വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്താണെങ്കിൽ മാത്രം എന്ത് ചെയ്യാള്ളൂ, ഞാൻ നിന്നെ പുറത്തേക്ക് ഒന്ന് ചുറ്റാനൊക്കെ വേണ്ടി കൊണ്ടുപോകുള്ളൂ എന്ന് പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് കൊണ്ടുപോകുള്ളൂ എന്ന് പറയാം. അപ്പൊ നമ്മൾ പറയാണ് ഞാൻ അച്ഛൻ വരണ ആ ടൈം ആവുമ്പോഴത്തേക്കും എന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. അതേപോലെ അല്ലെങ്കിൽ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ആ ആക്ഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ടൈം പറയാണ് അല്ലെ, എപ്പോഴാണോ തിരിച്ചു വരുന്നത് അച്ഛൻ, ആ സമയം ആവുമ്പോഴത്തേക്കും ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ പറയുമ്പോഴാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. സോ ഐ ഷാൽ ഹാവ് ഫിനിഷ്ഡ് ദിസ് വർക്ക് ബൈ ദ ടൈം യു കം ബാക്ക്. നിങ്ങൾ തിരിച്ചു വരുന്ന ആ സമയം ആവുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ സമയം ആവുമ്പോഴത്തേക്കും ഞാൻ എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അതേപോലെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയോ ഒക്കെ എടുക്കുമ്പോൾ, ഇനി നിങ്ങൾ ഭാവിയിലാണെങ്കിൽ നമ്മളൊരു ജോബിനൊക്കെ പോകുമ്പോൾ അവിടെ പ്രോജക്ട് കംപ്ലീഷനും കാര്യങ്ങളൊക്കെ കാണും അല്ലെ. അപ്പൊ ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് പെട്ടെന്ന് കിട്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഇത് എപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്ന് ചോദിക്കാം, ഫ്യൂച്ചറിലെ കാര്യം ചോദിക്കണം അല്ലെ. അപ്പൊ നമ്മളൊരു ടൈം വെച്ചിട്ട് പറയുമല്ലോ, ഫ്യൂച്ചറിലെ ഇന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും എന്ന് പറയും. അത് തന്നെ they will have completed the project by the end of the month എന്ന് പറയാം. അതായത് ഈ മാസത്തിന്റെ അവസാനം ആവുമ്പോഴത്തേക്കും ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് ശേഷം വിൽ ഹാവ് ഓർ ഷാൽ ഹാവ്, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഇനി ലാസ്റ്റ് ടെൻസ് വരുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പം ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒക്കെ നമ്മൾ അധികം ഒന്നും യൂസ് ചെയ്യുന്ന ടെൻസുകളല്ല കേട്ടോ. ഇതൊക്കെ വളരെ കുറവായിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൂടുതലും പാസ്റ്റ് ടെൻസും അതേപോലെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്താലുള്ളൂ. കൂടുതലും പാസ്റ്റ്, പ്രസന്റ്, പിന്നെ സിമ്പിൾ ഫ്യൂച്ചർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുക. പിന്നെയും ഫ്യൂച്ചർ പെർഫെക്റ്റ് ചിലപ്പോൾ നമ്മളുടെ വർക്കിംഗ് ഏരിയയിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ആവശ്യം വന്നാലായി. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ അതേ സ്ട്രക്ചർ തന്നെയാണ്, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഹാവ് കഴിഞ്ഞതിന് ശേഷം, അത് വിൽ ഹാവ് ആകാം അല്ലെങ്കിൽ ഷാൽ ഹാവ് ആകാം, അതിനുശേഷം ഒരു ബീൻ കൂടി ആഡ് ചെയ്യുക. ഓക്കെ, ബീൻ ദെൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ING ഫോം ഓഫ് ദ വെർബ് ആണ് വരുന്നത്. സോ സബ്ജക്റ്റിന് ശേഷം വിൽ ഹാവ് ബീൻ ഓർ ഷാൽ ഹാവ് ബീൻ യൂസ് ചെയ്തിട്ട് ING ഫോം ഓഫ് ദ വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതെന്തിനാ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ആക്ഷനെയാണ്. ആ ആക്ഷൻ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഗോയിങ് ഓൺ ഓവർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം ഓർ അറ്റ് എ സ്പെസിഫൈഡ് ടൈം ആൻഡ് കംപ്ലീറ്റഡ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു പർട്ടിക്കുലർ ടൈം എടുക്കുകയാണ്. അപ്പോ ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി എന്താണ് ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കട്ടോ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതായിരിക്കും. എപ്പോഴും ആയിക്കോട്ടെ, ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ടത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോവുക. അതായത് ആ ആക്ഷൻ നിൽക്കുന്നില്ല, അത് ഫ്യൂച്ചറിൽ അങ്ങോട്ട് പോകും. അത് ചിലപ്പോ ഒരു കുറച്ചധികം നാളത്തേക്ക് അത് ഉണ്ടാകും. എന്നിട്ട് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടൈം എടുത്തിട്ട് പറയാ, ആ സമയം ആകുമ്പോഴത്തേക്കും ഇത് ഇന്നതുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്നതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോഴാണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ലൈക്ക് ബൈ നെക്സ്റ്റ് ഇയർ. ഓക്കെ, അപ്പൊ ഓർക്ക് നെക്സ്റ്റ് ഇയറിലത്തെ കാര്യം പറയുന്നത്. ബൈ നെക്സ്റ്റ് ഇയർ ഐ ഷാൽ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് ഫോർ 10 years. നമ്മൾ അത് പറയും ചിലപ്പോ അല്ലെ. ഈ ഒരു സെന്റൻസ് ചിലപ്പം യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. ഈ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയും, എന്താണ് ഞാനിപ്പോ ഈ ഓഫീസിൽ കയറിയിട്ട് ഒരു എന്താ പറയാ ഒരു 4-5 വർഷമായി, ഇനി എന്താണ് അടുത്ത വർഷത്തോടു കൂടി ഞാൻ പെർമനന്റ് ആകും, കാരണം 5 വർഷമായിട്ടുണ്ടാകും ഞാൻ ഈ കമ്പനി കയറിയിട്ട്, അപ്പൊ എനിക്ക് പ്രൊമോഷൻ കിട്ടും, അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഫ്യൂച്ചറിനെ വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത വർഷത്തേക്കോ ചിലപ്പോൾ പിന്നത്തെ വർഷം വെച്ചിട്ടായിരിക്കും, ഏത് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷെ ഫ്യൂച്ചറിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ടൈം വെച്ചിട്ട് ആ സമയം ആവുമ്പോഴത്തേക്കും ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ആ സമയം ആവുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആകും എന്നുള്ള രീതിയിൽ എന്താ പറയുന്നത് തന്നെയാണ്. സോ ബൈ നെക്സ്റ്റ് ഇയർ ഐ ഷാൽ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് ഫോർ 10 years. ഓക്കെ, അതായത് അടുത്ത വർഷം ഞാൻ ഈ ഓഫീസിൽ എന്താണ് അടുത്ത വർഷത്തോടു കൂടി ഞാൻ 10 വർഷമായിട്ടുണ്ടാകും ഈ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ടെൻസസ്. അപ്പൊ നമ്മള് ടെൻസസ് കഴിഞ്ഞു ആക്ച്വലി. ഇനി നമുക്കിതിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെൻസ് പഠിക്കുമ്പോൾ സ്ട്രക്ചർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സംസാരിക്കുമ്പോഴായാലും അതിന്റെ യൂസ് ഒന്ന് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കത് അറിയുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ, ഇനി യൂസ് അറിഞ്ഞാൽ കൂടി സ്ട്രക്ചർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു എന്താ പറയാ ഉപയോഗം ഇല്ലാണ്ടാവും. ഇനി നെക്സ്റ്റ് തിങ് ഈസ് വി മസ്റ്റ് നോ V1, V2, V3 ഫോംസ് ഓഫ് ദ വെർബ്. ഓക്കെ, വെർബിന്റെ ഈ 3 ഫോംസും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ എന്ത് പറ്റില്ല, നമുക്ക് ഈ ടെൻസിന്റെ യൂസ് അറിഞ്ഞാലും സ്ട്രക്ചർ അറിഞ്ഞാലും നമുക്കത് സ്പീക്ക് ചെയ്യുമ്പോൾ വെൻ വി കൺവേഴ്സ് വിത്ത് അതേഴ്സ് ഓർ ഈച്ച് അതർ, അവർ ലാംഗ്വേജ് വിൽ ബി എ ഫ്ലോപ്പ്. ഓക്കെ, നോ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആർക്കും തന്നെ മനസ്സിലാവില്ല നമ്മൾ എന്താ ഉദ്ദേശിക്കണേന്നുള്ളത്. അപ്പൊ ഈ V1, V2, V3 ഫോംസ് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ED ചേർത്ത് വരുന്ന റെഗുലർ വെർബ്സ് ഉണ്ട്, അത് പഠിക്കാൻ സുഖമാണ് അല്ലെ. ടോക്ക്, ടോക്ഡ്, ടോക്ഡ്, വാക്ക്, വാക്ഡ്, വാക്ഡ്. അక్కడ ED ആഡ് ചെയ്തിട്ട് നമുക്ക് V2, V3 ഫോംസ് എന്താ പറയാ ഫ്രെയിം ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ ചിലതുണ്ട്, ഗോ, വെന്റ്, ഗോൺ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും എന്താ ED ചേർത്തിട്ട് അതിന്റെ ഒരു V2, V3 ഫോംസ് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല. സോ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ചിലത് ഓൾറെഡി എന്തായിരിക്കും, ഇപ്പൊ ഹിറ്റ് എന്നുള്ള വേർഡ് എടുക്കുകയാണെങ്കിൽ ഹിറ്റിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും, അതായത് V2, V3 ഹിറ്റ് തന്നെയാണ്. ഓക്കെ, ഹിറ്റ്, ഹിറ്റ്, ഹിറ്റ് എന്നാണ് പോകുന്നത്. അതേപോലെ സെറ്റ്, 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 ബ്രോഡ്കാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ്. അങ്ങനെ ചില വേർഡ്സ് ഉണ്ട്, ചില വെർബുകൾ ഉണ്ട്. ആ വെർബുകൾക്ക് നമുക്ക് എന്താ ഒന്നും ആഡ് ചെയ്യണ്ട, അതെങ്ങനെയാണോ ഇരിക്കുന്നത് അത് തന്നെ ആയിരിക്കും V1ഉം V2ഉം V3. അതിന് ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ വീട്ടില് എല്ലാ ദിവസവും അതേപോലെ കുറച്ച് കുറച്ച് വെർബ്സ് എടുത്തിട്ട് അതിന്റെ ഈ V2, V3 ഫോംസ് ഒന്ന് ബൈഹാർട്ട് ചെയ്യണം. ബൈഹാർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഇതില്. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോണത്, ഞാൻ ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഇപ്പൊ അശ്വതി എന്ത് ചെയ്യാ, അതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. ഓക്കെ, അശ്വിനി അല്ലെ. അപ്പൊ അശ്വിനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആൻസർ പറയാ, കേട്ടിട്ട് പറയാൻ പറ്റുമോ അതോ എഴുതാണോ ചെയ്യാ, എന്താ ചെയ്യുന്നത്?
പറയുമ്പോ എഴുതിയിട്ട് ആൻസർ ചെയ്യാണോ? കേട്ടിട്ട് പറയാം. പറയാം. അപ്പൊ ഞാൻ ഓപ്ഷൻസ് കൂടി പറയാം, അപ്പൊ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഇപ്പൊ എല്ലാ ടെൻസുകളും കൂടി ഇന്നലെ ഇന്നുമായിട്ട് പഠിച്ചുകൊണ്ട് ചിലപ്പോൾ ഒറ്റയടിക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും കുഴപ്പമില്ല, ട്രൈ ചെയ്യാം. ദ എർത്ത് ഡാഷ് റൗണ്ട് ദ സൺ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ എർത്ത് ഡാഷ് റൗണ്ട് ദ സൺ. മൂവ്സ്, മൂവ്, മൂവ്ഡ്, മൂവിങ്. ദ എർത്ത് എന്താ പറഞ്ഞ ആൻസർ? കേട്ടില്ല. മൂവ് ആണോ മൂവ്സ് എന്നാണോ? എസ് ഉണ്ടോ? അറ്റത്ത് എസ് ഉണ്ട്. മൂവ്സ് അല്ലേ? മൂവ്സ് ആണ്, കറക്റ്റ് ആണ് കേട്ടോ. മൂവ്സ് ആണ്. എർത്ത് ആയതുകൊണ്ട് സബ്ജക്ട് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബില് സിംഗുലർ പ്ലൂറൽ നോക്കിയിട്ട് നമ്മൾ മൂവ്സ് വരും. ഇനി അടുത്തത് ഹി ഡാഷ് ടീ എവറി മോർണിംഗ്. ഡ്രിങ്ക്സ്, ഡ്രിങ്ക്, ഈസ് ഡ്രിങ്കിങ്, ഡ്രാങ്ക്. ഡ്രിങ്ക്സ് ആണ്, കറക്റ്റ് ആണ്. അടുത്തത് ദാറ്റ് ഹൗസ് ഡാഷ് ടു പീറ്റർ. ദാറ്റ് ഹൗസ് ഡാഷ് ടു പീറ്റർ. ഈസ് ബിലോങ്ങിങ് ടു പീറ്റർ, വാസ് ബിലോങ്ങിങ് ടു പീറ്റർ, or is belonged to Peter, or belongs to Peter. That house dash to Peter. Is belong. That house is belongs to. Is belongs to. ഈസിന്റെ ആവശ്യമുണ്ടോ നമുക്ക് അവിടെ? നമ്മൾ ING ഫോം യൂസ് ചെയ്യണം, അതായത് കണ്ടിന്യൂഷൻ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ബിലോങ്സ് മതി. ദാറ്റ് ഹൗസ് ബിലോങ്സ് ടു പീറ്റർ. ഇപ്പൊ അശ്വിനിയുടെ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ദാറ്റ് ഹൗസ് ബിലോങ്സ് ടു അശ്വിനി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ആ വീട് ആരുടെയാണെന്ന്? അശ്വിനിയുടെയാണ്. അതിപ്പം കഴിഞ്ഞ ദിവസങ്ങൾ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. അതൊരു പ്രോപ്പർട്ടി ആണ് അല്ലെ? അവിടെ ഒരു ആക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതൊരു എന്താ പറയാ, റെഗുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ട്രൂത്ത് ആണ്, ഒരു ഫാക്ട് ആണ് അല്ലെ? ഒരു ഫാക്ട് നമുക്ക് എടുക്കാം. ആ വീട് അശ്വിനിയുടെ ആണ് എന്നുള്ളത് ഒരു ഫാക്ട് ആണ്. അപ്പൊ നമുക്ക് അതിന് ING ഫോമും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യേണ്ട, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി ഹി ഡാഷ് തേഴ്സ്റ്റി. ഹി ഡാഷ് തേഴ്സ്റ്റി, ദാഹിച്ചിരിക്കുകയാണ്. അപ്പോ ഹി ലുക്കിംഗ് തേഴ്സ്റ്റി, ഹാവ് ലുക്ഡ് തേഴ്സ്റ്റി, ലുക്സ് തേഴ്സ്റ്റി. ലുക്സ് ആണ്. ഹി ലുക്സ് തേഴ്സ്റ്റി. നമ്മളിപ്പോ ജസ്റ്റ് ഒരാളെ നോക്കിയിട്ട് പറയണം അയാൾക്ക് വെള്ളം ദാഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. സോ ഹി ലുക്സ് തേഴ്സ്റ്റി എന്നാണ് നമ്മൾ പറയേണ്ടതുള്ളൂ. അതൊരു സ്റ്റേറ്റ് ആണ് അല്ലെ? അതായത് ഒരു എന്താ പറയാ, തേഴ്സ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആക്ഷൻ ഒന്നും നടക്കുന്നില്ല, പക്ഷെ അതൊരു മനുഷ്യന്റെ ഒരു സ്റ്റേറ്റിനെ കാണിക്കുക, അപ്പോഴുള്ള ഒരു അവസ്ഥ അല്ലെ? അങ്ങനെ ഒരു മാറ്റമില്ലാതെ തുടരുന്ന ഒരു അവസ്ഥയെ കാണിക്കാൻ നേരത്തെ പ്രസന്റ് ടെൻസിൽ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. I dash a lot of friends while I was working in Bombay. I dash a lot of friends while I was working in Bombay. I met, I meet, I was meeting, I meet. Options ഒന്നും പറയാം. I dash a lot of friends while I was working in Bombay. അതായത് രണ്ട് പാസ്റ്റ് ആക്ഷനാ പറയുന്നത് അല്ലെ? ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്നുള്ള അർത്ഥത്തിലാ പറയുന്നത്. I dash a lot of friends. അത് met ആണോ, meets ആണോ, was meeting ആണോ, അതോ meet ആണോ? മെറ്റാണ്.
ഐ മെറ്റ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. രണ്ട് പാസ്റ്റ് ആക്ഷൻസ് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ ഒരെണ്ണം കണ്ടിന്യൂസ്ലി പറയുന്നു. അപ്പൊ നമുക്ക് ഊഹിക്കാലോ മറ്റത് സിമ്പിൾ പാസ്റ്റിലായിരിക്കും മിക്കവാറും വരിക. ഓക്കെ, ഞാൻ ഒരുപാട് ഇനി വേറെ വേണമെങ്കിൽ ഇതേ സെന്റൻസ് നമുക്ക് വേറെ പല ടെൻസിലും ആക്കി ഫ്രെയിം ചെയ്യാം കേട്ടോ. അതായത് ഇപ്പം ക്വസ്റ്റ്യൻസ് വരുമ്പോ എന്താ പറയാ ഓപ്ഷൻസ് കൂടി ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഓരോ ടെൻസും യൂസ് ചെയ്യുന്നത് ഇന്നതാണ് യൂസസ് എന്ന് പറഞ്ഞാലും ഇപ്പോ അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണോ അതോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം എന്നുള്ളത് അശ്വിനിയുടെ ഒരു എന്താ ഇതനുസരിച്ചിട്ടാ. കാരണം അശ്വിനി ആയിരിക്കുന്ന ആ സിറ്റുവേഷനിൽ ചിലപ്പോ ആ പറയുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനേക്കാളും ചിലപ്പോൾ കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ട് വരിക ചിലപ്പോൾ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അത് ആ ടൈം അനുസരിച്ചിട്ടാണ് എല്ലാം വരുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കാം കേട്ടോ. പക്ഷെ ചിലതിന് മെയിൻ ആയിട്ട് യൂസ് അറിയാലോ. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ പാസ്റ്റിൽ ഒരു കുറച്ച് പീരീഡ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറയുന്നത് അതേ ടെൻസിൽ തന്നെ. ബാക്കി സിറ്റുവേഷൻ റിലേറ്റഡ് വരുന്നത് നമ്മളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്, ടൈം അനുസരിച്ചിട്ടാണ് മാറിക്കൊണ്ടിരിക്കുക. ഇനി when I came in, the cat dashed in my chair. When I came in, the cat dashed in my chair. Sleeping, is sleeping, slept, was sleeping. Was sleeping. Was sleeping, correct ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിഫോർ ഹി ഡാഷ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതേപോലെ തരണം തന്നെ. ബിഫോർ ഹി ഡാഷ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ്. അതിന് രണ്ട് ആൻസേഴ്സ് ആണ് വരുന്ന ഒരു സെന്റൻസിൽ തന്നെ. ഇത് വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ട് നോക്കിക്കോളൂ കേട്ടോ. ബിഫോർ ഹി ഡാഷ് ദ സ്റ്റേഷൻ, the train dash. Reached, before he reached the station, the train left എന്ന് വരുമോ? അതോ before he had reached the station, the train had left വരുമോ? അതോ before he reached the station, the train had left, or before he reaches the station, the train left? Reached, left. Had reached, had left. Reached, had left. Reaches, left. Reached, had left. Yes, reached, had left ആണ്. രണ്ട് പാസ്റ്റ് ആക്ഷൻ അല്ലേ? അപ്പൊ ഫസ്റ്റ് നടന്നതിന് എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ്, സോറി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വേണം പറയാനായിട്ട്. അപ്പൊ ഹാഡ് ലെഫ്റ്റും റീച്ച്ഡും വരും. ഇനി അടുത്ത ഒരെണ്ണം, when I met my friend John in 1995, he dashed a novel for 3 years. I'll repeat the question. When I met my friend John in 1995, he dashed a novel for 3 years. For 3 years, okay. So he was writing a novel for 3 years, or has been writing a novel for 3 years, had been writing a novel, or has written. He was. ഇത് ശ്രദ്ധിച്ച് കേൾക്കൂ. വെൻ ഐ മെറ്റ് എന്നാ പറഞ്ഞത്. വെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട് എന്നാ ജോണിനെ മീറ്റ് ചെയ്തത് എന്നാ 1995 കാര്യം പറയുന്നത്. ആ സമയത്ത് അയാള് ഒരു നോവല് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. 3 വർഷമായി അപ്പോഴത്തേക്കും. 3 വർഷമായിട്ട് എന്താണ് ഒരു നോവല് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് വരേണ്ടത് അല്ലേ? അപ്പൊ വാസ് റൈറ്റിംഗ് വരില്ലല്ലോ. ഫോർ 3 years പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്ര വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, വെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട് ജോൺ ഇൻ 1995 അറ്റ് ഹിസ് ഹൗസ് ഹി വാസ് റൈറ്റിംഗ് എ നോവൽ എന്ന് പറഞ്ഞ കറക്റ്റാ. അതായത് ആ സമയത്ത് ആ വ്യക്തി ചെല്ലുമ്പോ ഈ ജോൺ എന്ന് പറയുന്ന ആൾ അവിടെ ഒരു നോവൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കറക്റ്റാ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ നോവലിന് ശേഷം ഒരു ടൈം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര നാളുകളായിട്ട് ഒരു ആക്ടിവിറ്റി പാസ്റ്റിൽ, അതായത് 1995 അയാളെ കണ്ടപ്പോ ആ ജോൺ എന്ന വ്യക്തി ഒരു 3 വർഷമായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അത് എന്ത് ടെൻസാ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാ അല്ലേ?
പാസ്റ്റിൽ ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ആ. ആക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 3 വർഷമായിട്ട് പാസ്റ്റിൽ 1995 വരെ എത്തിയപ്പോഴും ആ ആക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും അവിടെ വരിക? സ്ട്രക്ചർ അനുസരിച്ചിട്ട് ജോൺ പി ആ Had been പറഞ്ഞോളൂ. writing. ഹാഡ് ബീൻ റൈറ്റിംഗ് എന്ന് വേണം വരാൻ. ഓക്കെ, ഓക്കെ. അത് മറക്കരുത്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി. She dash tomorrow to attend the wedding. She came, will come, seems to come, just comes. ഇത് എളുപ്പ. She dash tomorrow to attend the wedding. She will come, she came, seems to come, just comes. Will She will come. Will come വരും. അത് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ അങ്ങ് പറയാം. She will come. അല്ലെ, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഇനിയിപ്പോ നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞതാണ്. അപ്പൊ അത് അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിന്റെ നോട്ട്സ് സെൻഡ് ചെയ്യാം. ടെൻസ് കഴിഞ്ഞു. അപ്പൊ ബാക്കി ആരൊക്കെ ഉള്ള ക്ലാസ്സിലെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ക്ലാസ്സിൽ റെക്കോർഡഡ് ക്ലാസ്സിന്റെ കൂടെ നോട്ട്സും കാണുന്നതാണ്. ഈ പറഞ്ഞ ഞാൻ പ്രസന്റ് ചെയ്ത അതേ നോട്ട് തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊരു ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ 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 അശ്വനി, ബൈ. Thank you. താങ്ക് യു.